രാജ്യത്തെ പെട്രോൾ, ഡീസൽ, ഗാർഹിക LPG വില വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്ന അഭിയോഗം ശക്തമാകുന്നു. ഇന്ധന വില ലിറ്ററിന് 4 മുതൽ 5 രൂപ വരെ വർദ്ധിപ്പിച്ചേക്കുമെന്നാണ് സൂചന. ഗാർഹിക LPG വിലയിലും വർധനയുണ്ടാകുമെന്നുള്ള ഭയം നിലനിൽക്കുന്നു. ഡൽഹിയിൽ നിന്ന് അർജുൻ പീതാംബരൻ വീണ്ടും ചേരുന്നു. അർജുൻ, ഈ വാണിജ്യ സിലിണ്ടറിന് വില കൂട്ടിക്കഴിഞ്ഞു, ഈ ഗാർഹിക സിലിണ്ടറിന് വില കൂട്ടും എന്നുള്ള അഭിയോഗത്തിന്റെ അടിസ്ഥാനം എന്താണ്? ഗുഡ് മോർണിംഗ് SKN. അതൊരു അനിവാര്യമായിട്ടുള്ള നീക്കമെന്നുള്ള കാര്യമാണ്. നിലവിൽ എന്തായാലും കേന്ദ്ര സർക്കാർ ജീവനക്കാരും അതുപോലെ തന്നെ പല ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവർ വ്യക്തമാക്കുന്ന കാര്യം, ഏറ്റവും പ്രധാനമായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ പൊതുമേഖലാ എണ്ണ കമ്പനികളെല്ലാം തന്നെ ഇപ്പോൾ വലിയ നഷ്ടത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യമാണ്. നേരത്തെ പെട്രോളിയം മന്ത്രാലയവും ഒരു വാർത്താ സമ്മേളനം നടത്തിയ സമയത്ത് അവരും വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. പല ഈ പൊതുമേഖലാ എണ്ണ കമ്പനികളും വലിയ നഷ്ടം വഹിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ വരുന്ന ആഴ്ചകളിൽ ഒരുപക്ഷെ അടുത്ത ഒരു മാസത്തിനകത്ത് ഈ ഒരു വില വർധന ഉണ്ടാകും എന്നുള്ള കാര്യമാണ് പല കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരും ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കുന്ന കാര്യം. അതും ഈ പറയുന്ന പോലെ 4-5 രൂപയുടെ വലിയ വർധനവ് തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. അത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. പ്രത്യേകിച്ചും അന്താരാഷ്ട്ര മാർക്കറ്റുകളിൽ ഈ ക്രൂഡ് ഓയിലിൻ്റെ വില അത് കുറയാതെ തന്നെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ ഹോർമുസ് കടലിടുക്കിലും ഒരു തരത്തിലും നടപടിയാകുന്നില്ല. അതുകൊണ്ട് ഇന്ത്യക്ക് ഇതിൽ കൂടുതൽ പിടിച്ചു നിൽക്കാനാകില്ല എന്നുള്ള കാര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ ഓരോ ദിവസം കൂടുമ്പോഴും കൃത്യമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു, അനൗൺസ്മെന്റുകൾ നടത്തിയിരുന്നു. അതായത് കേന്ദ്ര സർക്കാരിന് ഒരു തരത്തിലും എണ്ണ വില വർദ്ധിപ്പിക്കാനുള്ള ഒരു ആലോചനയില്ല എന്നുള്ള കാര്യം. അതെല്ലാം തന്നെ തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നടത്തിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രഖ്യാപനമായിട്ട് മാത്രമാണ് നിലവിൽ വിലയിരുത്തപ്പെടുന്നത്. വളരെ വൈകാതെ തന്നെ ഈ ഒരു ഇന്ധനവില വർദ്ധിക്കും എന്നുള്ള തരത്തിലുള്ള അഭ്യൂഹങ്ങൾ അത് ഇപ്പോൾ മുൻപത്തേക്കാൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യമാണ്. ഇതിനോടകം തന്നെ OMCകൾ, അതായത് പൊതുമേഖലാ എണ്ണ കമ്പനികൾ സർക്കാരിന് മീതെ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. വില വർദ്ധിപ്പിക്കണമെന്നുള്ള കാര്യം, ഇനിയും നഷ്ടം സഹിച്ചു മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള കാര്യം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ അടുത്ത നാടുകളിൽ, പ്രത്യേകിച്ചും ഇന്നിപ്പോൾ ബംഗാളിൽ റീപോളിംഗ് നടക്കുകയാണ്, തിങ്കളാഴ്ച വോട്ടെണ്ണലാണ്. അത് കഴിഞ്ഞ് ഏകദേശം ഒരു ആഴ്ചകളോ അല്ലെങ്കിൽ ദിവസങ്ങളോ പിന്നിട്ടാൽ മാത്രം മതിയാകും എന്നുള്ള ഒരു ശക്തമായിട്ടുള്ള അഭ്യൂഹം നിലവിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് പറയാൻ സാധിക്കുക. നേരത്തെ ഈ നഷ്ടം നികത്താനായി, പ്രത്യേകിച്ചും ഈ പൊതുമേഖലാ എണ്ണ കമ്പനികളുടെ നഷ്ടം നികത്താനായിട്ട് എക്സൈസ് തീരുവ കേന്ദ്ര സർക്കാർ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയത്, അതിലൂടെ ഇന്ധനവില വർദ്ധിക്കാതെ പിടിച്ചു നിർത്തിയിരുന്നു. അതെല്ലാം തന്നെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമായതുകൊണ്ട് കേന്ദ്ര സർക്കാർ നടത്തിയ നീക്കങ്ങളായിട്ടാണ് ഇപ്പോൾ എന്തായാലും വിലയിരുത്തപ്പെടുന്നത്. വലിയ തോതിൽ ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വില, അതിനോടൊപ്പം തന്നെ ഗാർഹിക LPG സിലിണ്ടറുകളുടെയും വില വർദ്ധിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തുവരുന്നത്. അതിൻ്റെ ആധാരമായിട്ടാണ് കഴിഞ്ഞ ദിവസം ധനമന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ഇതേ രീതിയിൽ പശ്ചിമേഷ്യൻ സംഘർഷം മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഈ ഹോർമുസ് കടലിടുക്കിലുള്ള പ്രതിസന്ധി മുന്നോട്ട് പോകുകയാണെങ്കിൽ രാജ്യം വലിയ രീതിയിലുള്ള സാമ്പത്തിക കെണിയിലേക്ക് വീഴുമെന്നുള്ള കാര്യം, ഈ പണപ്പെരുപ്പം വലിയ തോതിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെ ധനമന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ദിനംപ്രതിയുള്ള അന്തർ സംസ്ഥാന വാർത്താ സമ്മേളനത്തിൽ ഈ പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ പ്രതിനിധി വ്യക്തമാക്കിയത് ഈ പൊതുമേഖലാ എണ്ണ കമ്പനികളെല്ലാം തന്നെ വലിയ നഷ്ടം സഹിക്കുകയാണ് എന്നുള്ള കാര്യം. അതിൻ്റെ ആധാരത്തിൽ കൂടിയാണ് ഇപ്പോൾ വില വർദ്ധിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ ശക്തമായിരിക്കുന്നത്. അർജുൻ പീതാംബരനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.